മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. അവൾ വീട്ടിൽ ചെന്നു വെള്ളം കോരിയൊഴിച്ച് കുളിച്ചു. അവൾ ആ യുവാവിനെ ഓർത്തു. നാണം കൊണ്ടോ എന്തോ ദേഹവും മുഖവുമൊക്കെ പുകയുന്ന മാതിരി. ആ മനുഷ്യൻ ആര്? ആ വീട്ടിൽ എങ്ങനെ വന്നു? അന്ന് രാത്രി അവൾ ഉണ്ടില്ല. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, "ച്ചു ബേണ്ട." ബാപ്പ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, "ന്റെ കരളിൽ വേദന." അങ്ങനെ എല്ലാവരും കൂടി രാത്രിയുടെ നിശബ്ദതയിൽ തൗബ ചെയ്യുന്നതിനിടക്ക് കുഞ്ഞു പാത്തുമ്മ ആ അന്യനായ യുവാവിനെപ്പറ്റി വിചാരിച്ചു. തൗബ ചെയ്യുമ്പോൾ രാത്രി കുറേ കടന്നിരുന്നു. മണ്ണെണ്ണ വിളക്കിനു മുമ്പിലിരുന്ന് കിതാബ് നോക്കി ബാപ്പയാണ് തൗബ ചൊല്ലിക്കൊടുത്തത്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളുടെയും അതിനായകനായ രൂപരഹിതനായ കരുണാമയനോട് 3 ജീവികൾ രാത്രിയുടെ നിശബ്ദതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ബാപ്പ പറഞ്ഞത് ഉമ്മായും അവളും ഭക്തിയോടെ ഏറ്റുപറഞ്ഞു. ഓരോ വാക്യവും 3 ശബ്ദത്തിൽ 3 പേരും ഉരുവിട്ടു. 3 ജീവികൾ റബ്ബുൽ ആലമീനായ തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ബാപ്പ ഭക്തിയോടെ തുടങ്ങി. "ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും നിന്നോട് പൊറുക്കലിനെ തേടുന്നു. തമ്പുരാനെ, എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും എല്ലാ വൻദോഷത്തിനെ തൊട്ടും വെളിവിൽ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തിനെ തൊട്ടും ഖേദിച്ച് പേടിച്ച് തൗബ ചെയ്തു മടങ്ങുന്നൻ തമ്പുരാനെ." അങ്ങനെ തുടങ്ങി മേലിൽ തെറ്റു ചെയ്യുകയില്ലെന്നും കൽബിനെ ഉസ്വാസാക്കുന്ന ഇബിലീസ് എന്ന പഹയന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിച്ചും എല്ലാവരെയും അവസാനം ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അകം കടത്തി നിന്റെ തൃക്കാഴ്ചയിനെയും ആദരവായ നബി തങ്ങളുടെ തൃക്കല്യാണത്തിനെയും ഞങ്ങളെ 2 കണ്ണും കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണേ തമ്പുരാനെ എന്ന ഭക്തിനിർഭരമായ ആമീൻ പറച്ചിലോടുകൂടെ അവസാനിപ്പിച്ചു. അതിനുശേഷം കുറേ ദിവസത്തേക്ക് ഉമ്മ വലിയ ബഹളമൊന്നും കൂട്ടിയില്ല. ആറ്റുനോറ്റുണ്ടായ മകളാ എന്നൊക്കെ സ്നേഹത്തോടെ പറഞ്ഞെങ്കിലും ഉമ്മാക്ക് വീണ്ടും ഹാലിളക്കം തുടങ്ങി. ചീത്ത പറച്ചിലായി, വഴക്കായി. ബാപ്പയെയും തോന്നിയത് പറയും. ബാപ്പയെ ശുണ്ഠി പിടിപ്പിക്കാൻ ചീത്ത പറയുന്നത് കുഞ്ഞുപാത്തുമ്മയെയാണ്. അതിന് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തുടങ്ങും, "അതേടി നിന്നെ ആരും കെട്ടിക്കൊണ്ടു പോകാത്തത്. നീ ഇരുന്ന് പൂപ്പല് പിടിക്കണതേ നീ ഭാഗ്യദോഷി ആയിട്ടാ. എന്നാ കെട്ടിച്ചത് 14-മത്തെ വയസ്സിലാ. നിനക്കിപ്പോ വയസ്സ് 22 ആയി. 22." ബാപ്പ പറയും, "നിനക്കൊന്നും സുമ്മായിരിക്കുവോ? പടച്ചോന്റെ വേണ്ടുകണ്ടെങ്കി അവിടെ കല്യാണം ഇക്കൊല്ലം തന്നെ നടക്കും. ഞാൻ ചെറുക്കനെ നോക്കുന്നുണ്ട്." "ഓ, ഇബളെ കെട്ടാൻ ആരാണ്?" ഉമ്മയുടെ അഭിപ്രായത്തിൽ കുഞ്ഞു പാത്തുമ്മയെ കെട്ടാൻ ആരും വരികയില്ല. നോവൽ തുടരും.